സീബ്ര ക്രോസ് ചെയ്തതിനിടയിൽ വാഹനം ഇടിച്ചു, അപകടത്തിൽപ്പെട്ടു, ആൾ മരണപ്പെട്ടു. ഒട്ടനവധി കേസാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സീബ്ര ക്രോസിംഗിൽ ആൾ കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സൈഡിലുള്ള വാഹനങ്ങൾ നിർത്തി കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു സൈഡ് അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ ആൾ കടന്ന് ആ വെള്ളവരന്റെ അപ്പുറത്തേക്ക് എത്തിയാൽ തന്നെ വാഹനം എടുത്തു പോകണം. അഥവാ നമുക്ക് പോകേണ്ട ട്രാക്കിൽ നിന്നും മുന്നിൽ നിന്നും ആൾ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തു പോകണം. അങ്ങനെയല്ല, ഈ സീബ്ര ക്രോസിംഗിന്റെ തുടക്കത്തിൽ നിന്നും പെഡസ്ട്രി കാല് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവസാനം എത്തുന്നത് വരെ രണ്ട് സൈഡിലുള്ള വാഹനങ്ങൾ നിർത്തി കൊടുക്കണം. അഥവാ ഈ പോയ പെഡസ്ട്രിക്ക് തിരിച്ചു വരാൻ, അഥവാ അയാൾ അങ്ങോട്ട് മുന്നോട്ട് പോയി എന്തെങ്കിലും മറന്നു എന്ന് കരുതി തിരിച്ചു വരാൻ സാധ്യത ഉണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നത്. അത് എന്ന് കരുതി ഈ നിയമം ഉണ്ട് എന്ന് കരുതിയിട്ട് ഈ കാൽനടക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വാഹനങ്ങൾ ബുദ്ധിമുട്ടാക്കാനും പാടില്ല. അപ്പൊ ഇത് രണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു സഹകരണത്തിന്റെ മുകളിൽ നീങ്ങേണ്ടതാണ്. അതേപോലെ സീബ്ര ക്രോസ് ഉണ്ട് 10 മീറ്റർ അപ്പുറത്തുണ്ട്, നമ്മൾ ഇവിടെ തന്നെ ക്രോസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പണിഷബിൾ ഓഫൻസ് ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ സീബ്ര ക്രോസിൽ വാഹനം നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടരുത്. കാരണം ബാക്കിലും മുന്നിലും ഒന്ന് വാഹനം ഇടിക്കാൻ ഒട്ടനവധി സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആളുകൾ മഴക്കോട്ടൊന്നും ഇടാതെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ആണെങ്കിൽ സൈഡ് കർട്ടണൊന്നും ഇല്ലാതെ പോകുന്ന സമയത്ത് അതിന്റെ ഒരു ഇതിലായിരിക്കും ഇവർ പോവുക. അപ്പോൾ ഒട്ടനവധി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. സീബ്ര ക്രോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര നിയമങ്ങൾ മാക്സിമം ശ്രമിക്കുക. അതേപോലെ അങ്ങാടിയിൽ എല്ലാ സ്ഥലത്തും റോഡ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വാഹനങ്ങൾക്ക് എവിടെ നിർത്തണം, എവിടെ ക്രോസിംഗ് എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സിസ്റ്റം മൊത്തം തകരാറിലാണ്. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് മാത്രം നമ്മൾ വാഹനം ഓടിക്കുക. അപകടത്തിന് എപ്പോഴും സാധ്യത കൂടുതലാണ്. എൻഗേജ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഫ്രണ്ട്സിന് ഇപ്പൊ ജൂൺ ജൂലൈയോട് കൂടിയൊക്കെ ഉപരിപഠനത്തിന് പോകുന്ന തിരക്കാർക്കും മഴക്കാലായിരിക്കും ഒരു ഒഴിവും കിട്ടില്ല. അപ്പൊ ഈ വെക്കേഷനിൽ വീട്ടിലിരിക്കാണ്, ഫ്രീ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാം. വീട്ടിൽ വണ്ടി ഇല്ല, പിന്നീടാണ് വണ്ടി വാങ്ങുന്നതെങ്കിലും ലൈസൻസ് എടുത്ത് കൈ വെക്കുക, പിന്നീട് ഒഴിവ് കിട്ടില്ല. അപ്പം നമ്മുടെ സറൗണ്ടിൽ വരുന്ന അരീക്കോട് ഏരിയയിലേക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ബ്രൈറ്റ് സ്കൂൾ അരീക്കോട്. അതേപോലെ അവയർനെസ് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളും കിട്ടാൻ നിങ്ങൾ പേജ് ഫോളോ ചെയ്യുക, കൂടെ കൊടുക്കുക.